മഹാകവി അക്കിത്തത്തിന്റെ കവിത ബിംബം. സത്യമെന്തുള്ളൂ ജഗത്തിൽ എന്നാരാഞ്ഞു വൃദ്ധനായി തീർന്ന മനുഷ്യൻ കണ്ണട വെച്ചുറ്റു നോക്കുന്നു തൻ മുന്നിൽ കാണുന്നവയെ മുഴുവൻ. ഈ മർത്യൻ, ഈ മൃഗം, ഈ ചെടി സർവവും ഇന്നലെയില്ലാത്ത വസ്തു. ഇന്നലെ ശൂന്യതയിങ്കലില്ലാത്തതാണിന്നു കാണുന്നവയെങ്കിൽ നാളെ തിരഞ്ഞാൽ ഇന്നുള്ളവ കാണാഞ്ഞു നാം അമ്പരന്നു പോമെങ്കിൽ ഞാനെന്ന ബോധത്തിൽ കണ്ണാടി നോക്കുന്ന നാനാത്വം വിസ്മയമല്ലേ? ആ വിസ്മയത്തിനടിയിൽ കിടക്കുന്ന കേവലാനന്ദമോ സത്യം? കേവലാനന്ദത്തെ തേടിയ കൂട്ടർ ഇജ്ജീവസ്ഫുരണത്തെ കാൺകെ കണ്ണു തുടച്ചവർ പിന്നെയും നോക്കവേ കാലപ്രവാഹത്തെ കാൺകെ വായിൽ നിന്നൂറിയ ശബ്ദം ഇതെന്തൊരു മായ എന്നായിരുന്നില്ലേ? മുറ്റത്തെ വില്ലപത്രത്തിൽ അന്നാവണം മുക്കണ്ണനെ കണി കണ്ടു. മുക്കണ്ണനോടൊത്തു സൃഷ്ടി സ്ഥിതിലയ വ്യഗ്രത്തെ നോക്കി രസിക്കെ ചോദിച്ചിരിക്കാം അവരാ നിരങ്കുശ ചോദനയോടൊരു ചോദ്യം. ഇന്ദ്രിയഗോചരമാമി പ്രപഞ്ചത്തിൽ ഇല്ലയോ നിത്യമായൊന്നും? നീയല്ലി നിന്നിൽ നിന്നല്ലി നിന്നിൽ തന്നെ മായുമീ മായാപ്രപഞ്ചം. ഈ അനുഭൂതി കൊണ്ടല്ലയോ വിസ്മയമായൻ മനസ്സു മലർന്നു. ഇന്നിപ്പോൾ ഇന്ദ്രിയഗോചരം സ്പന്ദനധന്യമാക്കുന്നൊരു തത്വം ഉണ്ടതു നിത്യമാം സത്യം. അതിൻ കൃപാപുണ്ടരീകത്തിൻ സുഗന്ധം നിദ്രയിൽ പോലും മറക്കുവാൻ വയ്യാതെ വർദ്ധിച്ച വാസ്തവമായി ആകെ പൊതിയുന്നു ബോധത്തെ ഭൂമിയെ ആകാശശൂന്യത പോലെ. മുക്കണ്ണനൊന്നും മറുപടി ചൊല്ലാത്ത മുക്തിസ്വരൂപനായി വാഴുകെ ചുമ്മാ ഗവേഷകൻ ചൊന്നാൻ ഇതെന്തൊരു ബ്രഹ്മം എന്നായിരുന്നില്ലേ? ബ്രഹ്മമനങ്ങാതിരുന്നതു മൂലമാ ജന്മികൾ ദുഃഖികളായി. ഞാനുമെൻ മക്കളും മക്കൾ തൻ മക്കളും പൂണുന്നു ജീവനക്ലേശം. രൂപങ്ങൾ ഞങ്ങൾ അസത്യങ്ങളെങ്കിലും ആപന്മുമുക്ഷയാൽ ധന്യർ. ആപൽ ഭയങ്ങൾ ഇറക്കുവാൻ ഞങ്ങൾക്കൊരത്താണി കിട്ടിയേ പറ്റൂ. ഈ അനുസ്യൂതാഭിലാഷം ഘനവസ്തുവായതല്ലീ ശിവലിംഗം. നിഗ്രഹാനുഗ്രഹ ശക്തികൾ ഉൾക്കൊണ്ട നിത്യതാവർത്തുള ബിംബം. സത്യമെന്തുള്ളൂ ജഗത്തിലെന്നാരാഞ്ഞ വൃദ്ധ ഗവേഷകർ പക്ഷേ അന്നായിരിക്കണം അർപ്പിച്ചു ബിംബത്തിന് ആദ്യത്തെ വില്ലുത്രിനേത്രം. അന്നായിരിക്കണം അർപ്പിച്ചു ബിംബത്തിനാദ്യത്തെ വില്ലുത്രിനേത്രം. ആദ്യത്തെ വില്ലുത്രിനേത്രം.